ആര്യൻ ഈ സിനിമയ്ക്ക് കയറാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിലെ നായകൻ തന്നെയാണ്, വിഷ്ണു വിശാൽ. നമുക്കറിയാം, രാക്ഷസൻ ത്രില്ലർ സിനിമകളുടെ ഗണത്തിലൊരു ബെഞ്ച് മാർക്കായിട്ട് അന്നും ഇന്നും പറയുന്ന സിനിമയാണ് രാക്ഷസൻ. അപ്പോൾ വിഷ്ണു വിശാൽ വീണ്ടും ആ യൂണിഫോമിൽ വരുന്നു എന്നുള്ളൊരു സംഭവത്തിൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് പോകാനുണ്ടായിരുന്നൊരു പ്രധാന കാരണം. ആളുടെ നമുക്കറിയാം എന്തായിരുന്നു രാക്ഷസൻ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് എന്നുള്ളത്. അപ്പോൾ പുള്ളീനെ വീണ്ടും ആ ഒരു യൂണിഫോമിൽ കാണുക, വീണ്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂപ്പരുടെ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ക്യൂരിയസ് ആയിരിക്കും. അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പോയത്. പക്ഷേ നിരാശയാണ് ഉണ്ടായത്, പടം പോരാ. നല്ലൊരു ത്രെഡ്, ഒരു പ്ലോട്ട് കയ്യിലുണ്ടായിട്ടും അത് നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ സിനിമയുടെ അകത്തുണ്ട്. ഡിറക്ഷനിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും റൈറ്റിങ്ങിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും ഒക്കെ മൊത്തത്തിൽ പാളലുകളാണ് സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രവീൺ കെ എന്ന് പറഞ്ഞ ഒരാളാണ്. നമ്മുടെ തല അജിത്തിൻ്റെ എന്നെ അറിന്താൽ മൂവിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ മനു ആനന്ദ് എന്ന് പറഞ്ഞൊരു പുള്ളിയും പ്രവീൺ കെയും കൂടിയാണ് റൈറ്റിങ്ങും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ഒരു എക്സൈറ്റിംഗ് ത്രില്ലർ ഉണ്ടാക്കാനുള്ളൊരു ത്രെഡ് കയ്യിൽ വെച്ചിട്ട് അതിനെ വളരെ അമേച്ചറായിട്ടുള്ള രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് എഴുതി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മളെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. അതായത് ഒരു ത്രില്ലർ സിനിമ അല്ലെങ്കിൽ ഒരു മേർഡർ മിസ്റ്ററി, ഒരു സീരിയൽ കില്ലിംഗ് പടമൊക്കെ പിടിക്കുന്ന സമയത്ത് അത് കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ആര്, എന്തിന് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മളെ ആ സിനിമ കാണാൻ പിടിച്ചിരുത്തുക. നമ്മൾ ടുവേർഡ്സ് ദി എൻഡ് വരെ അത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ആ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ ഇരിക്കും. പക്ഷേ ക്ലീശ ബ്രേക്ക് ചെയ്യാനാണോ എന്തിനോ ഞങ്ങളിത് ബ്രേക്ക് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ച് തുടങ്ങി. അതായത് ഇത് ബ്രേക്ക് ചെയ്ത് തുടങ്ങിയ ഒരു സിനിമ പോകെ പോകെ ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ക്രൈം അവതരിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ തുടങ്ങിയ സിനിമ ഒരു പെർഫെക്റ്റ് ക്ലീശ ആയിട്ട് മാറുകയാണ് ചെയ്തത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ. കാരണം ഒന്നുമില്ല, നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ലാഗായിട്ടാണ് പടം ഫീൽ ചെയ്ത്. എന്നാൽ തുടങ്ങുന്നത് മുതൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഓക്കെ ഇതെന്താണെന്നുള്ളൊരു സെറ്റിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിൽ ഒരു പരിധി വരെ അവർ വിജയിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് സാധനം വന്ന് എന്താണ് നടക്കുന്നത്, അപ്പോൾ ആ ഒരു ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊരു പുതിയ സംഗതിയാണല്ലോ എന്നുള്ളൊരു സംഭവം എനിക്ക് വന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ ഒരു ക്ലീശയെ ബ്രേക്ക് ചെയ്ത് തുടങ്ങിയ സിനിമ പിന്നീട് ആ ഒരു പെർഫെക്റ്റ് ക്ലീശയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം അവസാനം വരെ നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ള ഒരു സംഗതികളും ഈ സിനിമയുടെ അകത്ത് ഉണ്ടായിരുന്നില്ല. വിഷ്ണു വിശാൽ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്കും ആ ഒരു ക്യാരക്ടറിലേക്കും പോകുന്ന സമയത്ത് സ്ഥിരം മറ്റേ പരിപാടി, എന്ത് ഒരു വർക്കഹോളിക്കായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ആൾക്കൊരു ഡിവോഴ്സ് പരിപാടി, ഇതൊക്കെ നമ്മൾ ഏതോ കാലം മുതൽ കാണുന്നതാണ്. അപ്പോൾ ആ പരിപാടി തന്നെ വീണ്ടും ഇതിലോട്ട് പിടിച്ചുകൊണ്ടുവന്ന് ഒഴിവാക്കായിരുന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ വിഷ്ണു വിശാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽവരാഘവനാണ് ഇതിൽ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ആളൊരു റൈറ്ററാണ്. അപ്പം അതിൽ നിന്നാണ് ഈ കഥയുടെ ഒരു ഉത്ഭവം ശരിക്കും ഉണ്ടാകുന്നത്. ഒരു പെർഫെക്റ്റ് ക്രൈം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, അത് എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റൈറ്റർ. അപ്പം അതിൽ നിന്നാണ് ഈ കഥയുടെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ആ സാധനമാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു സംഗതിയായിരുന്നു, നല്ലൊരു ത്രെഡായിരുന്നു, നല്ലൊരു പ്ലോട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് സിനിമ റൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒന്നും ഇല്ലാതായി. കാരണം ഇവർക്ക് പോലീസുകാർക്കൊന്നും കണ്ടെത്താനില്ല. പോലീസുകാർ വെറുതെ കിടന്ന് പൊട്ടം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ത്രൂ ഔട്ട് ദ മൂവി. കാരണം എന്താ പറയുക, നമ്മുടെ വില്ലൻ വരച്ച വരയിലൂടെ പോകുന്ന പോലീസുകാർ എന്ന് വേണമെങ്കിൽ പറയാം. ആ വരച്ച വരയിൽ കൂടെ പോകുകയാണെങ്കിലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. പക്ഷേ അതുമല്ലാതെ വെറുതെ നിന്ന് തിരിഞ്ഞ് കളിക്കുക, ചുമ്മാ കുറേ ഡാറ്റാബേസ് കൊണ്ടുവരുന്നു, ആധാർ, ജിപേ, നിങ്ങളുടെ റേഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞ് അത് കണ്ടുപിടിക്കുന്ന, അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന ആളുകളൊക്കെ ഇത്ര ആളുകളാണ് ടാർഗറ്റ് എന്ന് കിട്ടും. ഇതൊക്കെ ആരോടെ അവർ പറയുന്നത്? നമുക്കിത് കുറച്ചെങ്കിലും ലോജിക്കായിട്ട് നമുക്കിത് വിശ്വസിക്കാൻ വരുന്ന രീതിയിൽ വേണ്ടത് പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കോക്കൊക്കെ പറയുന്ന പോലെ പരിപ്പുവട ത്രില്ലർ, ഇതൊരു പരിപ്പുവട ഗണത്തിൽ പോലും പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ശ്രദ്ധ ശ്രീനാഥ് നായികയായിട്ട് വന്നിട്ടുണ്ട്, മാനസ ചൗധരി. പിന്നെ നമുക്ക് അറിയുന്ന നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് പരിചയമുള്ള മുഖങ്ങളൊക്കെ ഉണ്ട്. പെർഫോമൻസിൻ്റെ കേസിൽ അങ്ങനെ അധികം ആർക്കും അങ്ങനെ മരിച്ച് അഭിനയിക്കാനുള്ള പരിപാടികളൊന്നും സിനിമയുടെ അകത്തില്ല. വിഷ്ണു വിശാലിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. സെൽവരാഘവൻ്റെ ഞാൻ പറഞ്ഞ പോലെ നല്ലതായിരുന്നു. പിന്നെ സെൽവരാഘവനാണ് എല്ലാ സിനിമയിലും. അതിപ്പോൾ ഏഴാംകൂലി ആയാലും ഡോണായാലും സൈക്കോപാത്ത് ആയാലും ആളെല്ലാത്തിലും സെൽവരാഘവൻ തന്നെയാണ്. അപ്പോൾ അത് വേറെ കാര്യം. അങ്ങനെ അത് കഴിഞ്ഞ് പെർഫോമൻസിൻ്റെ കേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ പരിപാടികളാണ്. ഒന്നും എടുത്തു പറയാൻ മാത്രമുള്ള ടെക്നിക്കൽ മാർവലുകളൊന്നും സിനിമയുടെ അകത്തില്ല. ക്യാമറ ജസ്റ്റ് ആവറേജ് ആയിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ, ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. സൗണ്ട് മിക്സിങ് ആയി കഴിഞ്ഞാലും ബാക്കിയുള്ള പരിപാടികളായി കഴിഞ്ഞാലും ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ എടുത്തു പറയാൻ തോന്നിയൊരു സംഗതി മ്യൂസിക്കാണ്. അത് പോസിറ്റീവായിട്ടല്ല പറയാനുള്ളത്. കാരണം മ്യൂസിക്കിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റൂല. പടം ഒരു വഴിക്കാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് വേറൊരു വഴിക്കാണ് പോകുന്നത്. ജിംബ്രാനാണ് മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്നുള്ളത് മനസ്സിലായില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചില പോർഷൻസിലൊക്കെ ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിക്, ഇതെന്താ ഇങ്ങനെ ഒരു സ്കോറ് എന്നുള്ള നമുക്ക് നമ്മളെ കണ്ണ് തെളിക്കുന്ന രീതിയിലാണ് പുള്ളി സ്കോറിങ്ങും
പാട്ടുകളും ചെയ്തിട്ടുള്ള അനാവശ്യമായ പാട്ടുകൾ ഒന്ന് രണ്ട് മൂന്ന് പാട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നു. വളരെ അനാവശ്യമായ സ്ഥലങ്ങളിൽ വെറുതെ ചുമ്മാ പാട്ട് വേണമല്ലോ എന്ന് പറഞ്ഞ് കുത്തിക്കയറ്റി വെച്ച പോലെയാണ് പാട്ടുകൾ ഫീൽ ചെയ്തത്. പിന്നെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പാട്ടൊരു വഴിക്ക് പടം ഒരു വഴിക്ക് സ്കോർ ഒരു വഴിക്ക്, ആ ഒരു മൂഡിലാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് മ്യൂസിക്കിന് എത്രത്തോളം ഒരു സിനിമയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ എല്ലാ സിനിമകളിലും കാണുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡയസീറയുടെ റിവ്യൂ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു, കാരണം ഒരു മ്യൂസിക് എത്രത്തോളം ഒരു സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ വരുന്നതിന് അപ്പുറത്താണ്. അപ്പം ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് കുറച്ചെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നത് സ്റ്റോക്ക് മ്യൂസിക് ഒക്കെ എവിടെ നിന്നൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് വെറുതെ വെട്ടിക്കൂട്ടി ഇങ്ങനെ ഒരു ബന്ധവുമില്ല, സിനിമയുമായിട്ട് സ്കോറിന് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് പോയിട്ടുള്ളത്. പിന്നെ സ്റ്റൺസ് PC സ്റ്റൺസ് ആണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് രണ്ട് ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, പോരായിരുന്നു, മൊത്തത്തിൽ പോരായിരുന്നു എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അങ്ങനെ ഓവറോൾ ബിലോ ആവറേജിലും താഴെ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ആര്യൻ തന്നത്. കാരണം വിഷ്ണു വിശാലിൻ്റെയാണ് പ്രൊഡക്ഷൻ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ രാക്ഷസനൊക്കെ പോലെ ഒരു സ്ക്രിപ്റ്റ് പിക്ക് ചെയ്ത പുള്ളി ഇങ്ങനൊരു പടത്തിന് വേണ്ടി ഫണ്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റൊക്കെ കിട്ടിയിട്ട് പുള്ളി അത് ഇത്തിരി പോലും ശ്രദ്ധിക്കാതെ അത് പിക്ക് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്ക് ഇതൊരു എക്സൈറ്റിംഗ് സ്റ്റോറി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം, മേ ബി, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഭയങ്കര ഫ്ലാറ്റായിട്ട് തുടങ്ങി ഫ്ലാറ്റായിട്ട് തന്നെ അവസാനിച്ച ഒരു സിനിമയായിട്ടാണ് ആരും ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ അവസാനത്തോട്ട് കില്ലറിൻ്റെ മോട്ടീവും ഒരു മെസ്സേജൊക്കെ വരുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പറയാതിരിക്കുകയാണ് നല്ലത്. കാരണം സൊസൈറ്റിയിൽ അവഗണന നേരിടുന്ന അല്ലെങ്കിൽ ആവശ്യത്തിന് റെസ്പെക്റ്റ് കിട്ടാത്ത ആളുകൾ, നമ്മൾ ഡിസർവിങ് ആയിട്ട് റെസ്പെക്റ്റ് കിട്ടാത്ത ആളുകളിലേക്ക് ശ്രദ്ധ പോകാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ അവിടുത്തെ നാലെണ്ണത്തിനെ പിടിച്ച് കൊന്നുകളയാം എന്ന് പറയുന്നൊരു രീതിയിലുള്ള സംഭവമാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു പോക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതെന്തൊരു സൈക്കോ ആണ് എൻ്റെ അപ്പ എന്നാണ് പടം അവസാനിക്കുന്ന സമയത്ത് അറിയാതെ ചോദിച്ചു പോയത്. അപ്പോൾ അത്രയൊക്കെയുള്ള ആര്യൻ. ബൈ.